റേഡിയോ മാറ്റുലേ 90.4 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. ജനങ്ങൾക്കൊപ്പം വിവിധ സർക്കാർ വകുപ്പുകളെയും പദ്ധതികളെയും പരിചയപ്പെടുത്തുന്ന പരിപാടി. നിർവഹണം ജോബിഷ് ജോസ്. ആരോഗ്യമാണ് സമ്പത്ത്. ഇത് പലപ്പോഴും നാം പറയാറുണ്ട്. എന്നാൽ ആരോഗ്യ സംരക്ഷണത്തിനായി സർക്കാർ സംവിധാനങ്ങൾ നമുക്ക് മുന്നിലൊരുക്കുന്ന സേവനങ്ങളും പദ്ധതികളും പലപ്പോഴും പൊതുജനങ്ങളിലേക്ക് പൂർണ്ണമായി എത്തിപ്പെടാറില്ല. രോഗശമനത്തിനും രോഗപ്രതിരോധത്തിനും പ്രാധാന്യം നൽകുന്ന ചികിത്സാശാഖയാണ് ഹോമിയോപ്പതി. ഇന്ന് നമ്മുടെ പരിപാടിയിൽ വയനാട് ജില്ലയിലെ ഹോമിയോപ്പതി വകുപ്പിലൂടെ ജനങ്ങൾക്ക് ലഭ്യമാക്കുന്ന വിവിധ സേവനങ്ങൾ, പ്രത്യേക പദ്ധതികൾ, ആരോഗ്യ സംരക്ഷണ പ്രവർത്തനങ്ങൾ, കാഴ്ചപ്പാടുകൾ എന്നിവയെക്കുറിച്ച് സംസാരിക്കാൻ നമ്മോടൊപ്പം ചേരുന്നു വയനാട് ജില്ലാ ഹോമിയോ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അച്ചാമ്മ ലിനു തോമസ്. ഈ പരിപാടിയിലൂടെ ഹോമിയോപ്പതി മേഖലയിലെ സേവനങ്ങളും സാധ്യതകളും കൂടുതലെടുത്തറിയാം. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമസ്കാരം. ഞാൻ ഡോക്ടർ അച്ചാമ്മ ലിനു തോമസ്, വയനാട് ജില്ലയിൽ ഹോമിയോപ്പതി വകുപ്പിന്റെ ജില്ലാ മെഡിക്കൽ ഓഫീസറായി സേവനമനുഷ്ഠിക്കുന്നു. നമ്മുടെ ജില്ലയിൽ ഹോമിയോപ്പതി വകുപ്പിന്റെ പ്രധാന സേവനങ്ങളും പ്രവർത്തനങ്ങളും എന്തെല്ലാമാണ്? ഹോമിയോപ്പതി വകുപ്പ് വയനാട് ജില്ലയിൽ 20 ഗവൺമെന്റ് സ്ഥാപനങ്ങളും 19 നാഷണൽ ഹെൽത്ത് മിഷൻ സ്ഥാപനങ്ങളുമുണ്ട്. വയനാട് ജില്ലയിലെ ജില്ലാ ഹോമിയോ ആശുപത്രി അഞ്ചുകുന്ന് സ്ഥിതി ചെയ്യുന്നു. വയനാട് ജില്ലയിൽ ഹോമിയോപ്പതി വകുപ്പ് വിവിധ പ്രോജക്റ്റുകളും വിവിധ ക്ലിനിക്കുകളും നടത്തുന്നുണ്ട്. പ്രോജക്റ്റുകളായിട്ട് തന്നെ സീതാലയം, സദ്ഗമ്യ, ആയുഷ്മാൻ ഭവ, ജനനി, പുനർജനി എന്നിവ നടന്നു വരുന്നു. ക്ലിനിക്കുകളായിട്ട് പാലിയേറ്റീവ് ക്ലിനിക്, ജെറിയാട്രിക് ക്ലിനിക്, മസ്കുലോസ്കെലിറ്റൽ ക്ലിനിക്, ആയുർവിദ്യ, തൈറോയ്ഡ് ക്ലിനിക്, അലർജി ആസ്മ ക്ലിനിക് എന്നിവ നടന്നു വരുന്നു. ട്രൈബൽ മൊബൈൽ യൂണിറ്റും ദുർഘട മേഖലകളിൽ പ്രവർത്തിച്ചു വരുന്നു. ഇവയൊക്കെയും ജില്ലാ മെഡിക്കൽ ഓഫീസിന്റെ മേൽനോട്ടത്തിൽ നടന്നു വരുന്നു. നമ്മുടെ നാട്ടിൽ സാധാരണ ജനങ്ങൾ ഹോമിയോ ചികിത്സ തിരഞ്ഞെടുക്കാറുണ്ട്. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടായിരിക്കും അവർ ഇത്തരത്തിൽ ഹോമിയോ തിരഞ്ഞെടുക്കാറുള്ളത്? സാധാരണ ജനങ്ങൾ ഹോമിയോപ്പതിയെ ആശ്രയിക്കുന്നത് വളരെ ലളിതവും പാർശ്വഫലമില്ലാത്തതുമായിട്ടുള്ള ചിലവ് ചുരുങ്ങിയതുമായിട്ടുള്ള ചികിത്സാ രീതി എന്ന തരത്തിലാണ്. ലോകത്തിൽ തന്നെ ഹോമിയോപ്പതി പ്രചരണത്തിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു ചികിത്സാ സമ്പ്രദായമാണ്. 42 രാജ്യങ്ങളോളം ലീഗലി അംഗീകരിക്കപ്പെട്ട ഒരു ചികിത്സാ രീതിയാണ്. അപ്പം എന്തുകൊണ്ടും തന്നെ ആളുകൾക്ക് ചെലവ് കുറഞ്ഞ, പാർശ്വഫലമില്ലാത്ത, ഏറ്റവും ലളിതമായ ഒരു ചികിത്സാ രീതി ആശ്രയിക്കാൻ വേണ്ടിയിട്ടാണ് എന്തുകൊണ്ടും ആളുകൾ തിരഞ്ഞെടുക്കുന്നത്. വളരെ ഫലപ്രദമായിട്ടുള്ള മരുന്നുകളാണ്. യാതൊരു തരത്തിലും കഴിച്ചാൽ ക്ഷീണമോ ബുദ്ധിമുട്ടുകളോ ഒന്നും ഉണ്ടാകുകയില്ല. ആയതിനാൽ തന്നെ ജനങ്ങൾ ഹോമിയോനെ തിരഞ്ഞെടുക്കുന്നു. കുട്ടികൾക്കാണെങ്കിൽ പോലും വളരെ എളുപ്പം കഴിക്കാൻ പറ്റുന്ന മരുന്നുകളാണ്. ഏറ്റവും എളുപ്പത്തിൽ കഴിക്കാമെന്നുള്ളത് പറഞ്ഞു, പാർശ്വഫലങ്ങളില്ല എന്ന് പറഞ്ഞു. എത്രത്തോളം അതിൻ്റെ ഗുണം അല്ലെങ്കിൽ ഫലം എത്രത്തോളം ഉണ്ട്? തീർച്ചയായിട്ടും ഫലപ്രാപ്തി എന്നത് പ്രസക്തമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഏതൊരു അസുഖവും ഫലപ്രാപ്തി ഇല്ലെങ്കിൽ പിന്നെ ജനങ്ങൾ അതിനെ തിരഞ്ഞെടുക്കുകയില്ല. ഒരു രോഗി ആശുപത്രിയിൽ വരണമെങ്കിൽ, വീണ്ടും വീണ്ടും വരണമെങ്കിൽ ആ മരുന്ന് കഴിച്ചിട്ട് അവർക്ക് പ്രകടമായ മാറ്റങ്ങൾ കൈവരിക്കണം. എന്നാൽ മാത്രമേ ആ ഒരു മരുന്ന് കഴിക്കാൻ, ആ ഒരു ഡോക്ടറെ കാണാൻ അവർ വീണ്ടും ആശുപത്രിയിൽ വരികയുള്ളൂ. നമ്മുടെ ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ, ഹോമിയോപ്പതി സ്ഥാപനങ്ങളിൽ എല്ലാ ദിവസവും തന്നെ നല്ല തിരക്ക് അനുഭവപ്പെടുന്നു. രോഗികൾ വരുന്നു, മരുന്ന് കഴിക്കുന്നു, അവർക്കതിന് തക്കതായിട്ടുള്ള ഫലം ലഭിക്കുന്നു. ഹോമിയോ മരുന്നിൻ്റെ ഫലപ്രാപ്തിയുടെ സാക്ഷ്യം പ്രോജക്റ്റിലൂടെ നമുക്ക് കാണാവുന്നതാണ്. പല പ്രോജക്റ്റിലും വളരെ സക്സസ്ഫുൾ ആയിട്ട് തന്നെ പോകുന്നു. ജനനി എന്നുള്ളൊരു പദ്ധതി വന്ധ്യത നിവാരണ ക്ലിനിക്കാണ്. ഹോമിയോ ആശുപത്രികളിലൂടെ ജനങ്ങൾക്ക് ലഭിക്കുന്ന സൗജന്യ സേവനങ്ങൾ എന്തെല്ലാമാണ്? ജനനിയിലൂടെ 3750 കുഞ്ഞുങ്ങളാണ് കേരളത്തിലുടനീളം ജനിച്ചിട്ടുള്ളത്. നമ്മുടെ അടുത്ത പ്രോജക്റ്റാണ് സദ്ഗമ്യ.
സദ്ഗമയിലൂടെ പഠന വൈകല്യങ്ങളുള്ള അനേക കുഞ്ഞുങ്ങൾക്ക് ചികിത്സയും അവർക്ക് പഠന സഹായങ്ങളും നൽകി വരുന്നു. ആയുഷ്മാൻ ഭവ എന്ന ജീവിതശൈലി ക്ലിനിക്കിലൂടെ അനേക രോഗികൾ അവരവരുടെ ആരോഗ്യം പരിപാലിച്ചു പോരുന്നു. പുനർജനി എന്നുള്ള ഡി അഡിക്ഷൻ ക്ലിനിക്കാണ്. പുകയില, മദ്യം, മയക്കുമരുന്ന് എന്നിവയുടെ വിമുക്തി നേടുന്നത് അനേക രോഗികൾ ഇപ്പോഴും പുനർജനിയെ ആശ്രയിക്കുന്നു. ഈ പ്രോജക്റ്റുകളൊക്കെയും ഏതാണ്ട് 12 കൊല്ലങ്ങളോളം നടന്നു വരുന്നു. ഇതിലൊക്കെയും ജനങ്ങൾ വരുന്നു എന്നുള്ളത് തന്നെ ഇതിന്റെ ഫലപ്രാപ്തിയുടെ തെളിവാണ്. ചില വിട്ടുമാറാത്ത അസുഖങ്ങളുള്ളവർ മോഡേൺ മെഡിസിൻ കാണിച്ചിട്ട് ഫലം ലഭിക്കാത്ത ആളുകളൊക്കെ ഹോമിയോപ്പതിയിൽ കാണിക്കുകയും അതിനുശേഷം അവർക്ക് അസുഖം മാറിയ അനുഭവങ്ങൾ സാക്ഷ്യങ്ങളായി ധാരാളം ആളുകൾ പറയുന്നുണ്ട്. നമുക്കിതിനെ അഡ്മിറ്റ്, അതായത് കിടത്തി ചികിത്സ ചെയ്ത് അഞ്ചുകുന്ന് ഹോസ്പിറ്റലിലേക്ക് വരുവാണെങ്കിൽ ഡോക്ടറെ കാണുന്നു, മരുന്ന് മേടിക്കുന്നു, പോകുന്നു. അതിനപ്പുറത്തേക്ക് അഡ്മിറ്റ് ചെയ്ത് ചികിത്സിക്കുമ്പം എന്താണ് അതിൻ്റെ ഒരു സങ്കീർണത ശരിക്കും? ഹോമിയോപ്പതി കൂടുതലുമായി ക്രോണിക് ഡിസീസിനെ ഫോക്കസ് ചെയ്യുന്നു. ഹോമിയോപ്പതി ക്രോണിക് ഡിസീസ് അല്ലെ ദീർഘകാല അടിസ്ഥാനത്തിൽ രോഗിയെ ബുദ്ധിമുട്ടിക്കുന്ന അസുഖങ്ങൾ വളരെ നല്ല രീതിയിൽ ചികിത്സിച്ച് ഹോമിയോപ്പതിയിൽ ക്രോണിക് ഡിസീസ്, അതായത് ദീർഘകാലത്തിലേക്ക് മനുഷ്യനെ ബുദ്ധിമുട്ടിക്കുന്ന അസുഖങ്ങൾക്ക് വളരെ നല്ല ചികിത്സ ഹോമിയോപ്പതിയിലൂടെ ലഭിക്കുന്നുണ്ട്. ആയതുകൊണ്ട് തന്നെ വളരെ കാലങ്ങളായിട്ട് അലട്ടുന്ന രോഗങ്ങൾ, പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ ഇവയെല്ലാം ഉള്ള രോഗികൾ ഹോമിയോ ചികിത്സയ്ക്ക് വേണ്ടി അഞ്ചുകുന്ന് ആശുപത്രിയിൽ എത്തുന്നു. ഇവർക്ക് കിടത്തി ചികിത്സ അവിടെ ലഭ്യമാണ്. ഈ കിടത്തി ചികിത്സയോട് കൂടെ തന്നെ അവർക്കൊരു ഫിസിയോതെറാപ്പി യൂണിറ്റിന്റെ സേവനം അവിടെ ലഭ്യമാണ്. ലാബ് സൗകര്യങ്ങളുണ്ട്. കൗൺസിലിംഗ് സേവനങ്ങൾ അവിടെ ലഭ്യമാണ്. അപ്പം ഇതെല്ലാം സേവനങ്ങളും കൂടെ ഹോമിയോപ്പതി ഈ ക്രോണിക് ഡിസീസായിൽ ദീർഘകാല രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്നവർക്ക് കുറെ കാലങ്ങളായിട്ട് അസുഖം ബാധിച്ച് വരുന്ന രോഗികൾക്ക് കിടത്തി ചികിത്സയിലൂടെ എളുപ്പമായിട്ട് മാറ്റം വരാൻ സഹായിക്കുന്നു. ആശുപത്രിയുടെ കീഴിൽ കിടത്തി ചികിത്സയുടെ കൂടെ ഫിസിയോതെറാപ്പി, OP, കൗൺസിലിംഗ്, ഡയറ്ററി കൺസൾട്ടേഷൻ, നാച്ചുറോപ്പതി, യോഗ എന്നീ സേവനങ്ങളും IP രോഗികൾക്ക് ലഭ്യമാണ്. ഓക്കെ, നമുക്ക് ഈ പറഞ്ഞ സേവനങ്ങളൊക്കെ സൗജന്യമായി കൊടുക്കുന്ന സേവനങ്ങളാണോ എല്ലാം? തീർച്ചയായിട്ടും ഇത് സൗജന്യ നിരക്കിൽ തന്നെയാണ് ഈ സേവനങ്ങളൊക്കെ രോഗികൾക്ക് ലഭ്യമാവുന്നത്. HMC നിശ്ചയിച്ചിരിക്കുന്ന വളരെ തുച്ഛമായ നിരക്ക്, OP ടിക്കറ്റിന് 10 രൂപ എന്നുള്ള വിവിധ സേവനങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള നിരക്കുകളുമുണ്ട്. അതൊക്കെയും പുറമേയുള്ള ആശുപത്രികളെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും തുച്ഛമായ നിരക്കുകളാണ്. ഓക്കെ, സ്ത്രീകൾക്കും വയോജനങ്ങൾക്കും കുട്ടികൾക്കും പ്രത്യേക ഹോമിയോ ക്ലിനിക്കുകളോ പദ്ധതികളോ ഉണ്ടോ? ഒപ്പം ജീവിതശൈലി രോഗങ്ങളായ പ്രമേഹം, രക്തസമ്മർദ്ദം, അലർജി തുടങ്ങിയവയ്ക്ക് ഹോമിയോപ്പതി വിഭാഗം നൽകുന്ന സേവനങ്ങൾ എന്തൊക്കെയാണ്? ഒപ്പം സംസ്ഥാന സർക്കാർ നടപ്പിലാക്കി വരുന്ന വിവിധ പദ്ധതികളെക്കുറിച്ചും ഉൾപ്പെടുത്താം. കേരള സർക്കാർ ആയുഷ് ഹോമിയോപ്പതി വകുപ്പ് 2012 വയനാട് ജില്ലാ സർക്കാർ ഹോമിയോ ആശുപത്രി അഞ്ചുകുന്നിൽ സീതാലയം എന്നൊരു പദ്ധതി സ്ത്രീകൾക്ക് വേണ്ടി ആരംഭിച്ചിട്ടുണ്ട്. ശാരീരിക, മാനസിക, വൈകാരിക സംഘർഷങ്ങളാൽ ബുദ്ധിമുട്ടുന്ന സ്ത്രീകൾക്ക് ഒരു കൈത്താങ്ങാണ് സീതാലയം എന്ന പദവി. സ്ത്രീകളുടെ ആരോഗ്യം, സന്തോഷം, സാമൂഹ്യ സമത്വം എന്നിവ ഉറപ്പുവരുത്തുന്ന ഒരു പദ്ധതിയാണ് സീതാലയം. സമൂഹത്തിലെ പീഡനം അനുഭവിക്കുന്ന സ്ത്രീകൾക്ക് അവരെ സപ്പോർട്ട് ചെയ്യുക, സ്ട്രെങ്തൻ ചെയ്യുക, എംപവർ ചെയ്യുക എന്നിവയാണ് സീതാലയത്തിൻ്റെ ഒരു ലക്ഷ്യം. സാമൂഹ്യ കുടുംബക്ഷേമ വകുപ്പ്, ആഭ്യന്തര നിയമ വകുപ്പ്, വനിതാ കമ്മീഷൻ എന്നിവയുടെ സഹകരണത്തോടുകൂടിയാണ് ഈ സീതാലയം പ്രവർത്തിക്കുന്നത്. സ്ത്രീകളുടെ പ്രശ്നങ്ങൾ അവർക്കത് തുറന്നു പറയുകയും അവർക്ക് വേണ്ടുന്ന ചികിത്സ, കൗൺസിലിംഗ് എന്നിവ നൽകുകയും ചെയ്യുന്നു. നിരാലംബരായ സ്ത്രീകൾക്ക് ആവശ്യമാണെങ്കിൽ പുനരധിവാസ കേന്ദ്രങ്ങളായി ബന്ധപ്പെടുത്തി സേവനങ്ങൾ നൽകുന്നു. സ്ത്രീകളുടെയും കൗമാരപ്രായരായ കുട്ടികളുടെയും മാനസികവും ശാരീരികവുമായ ആരോഗ്യം ഇതിങ്ങനെ സീതാലയത്തിലൂടെ ഉറപ്പുവരുത്തുന്നു. ഹോമിയോപ്പതി നമ്മുടെ സമൂഹത്തിലെ ഒരു വ്യക്തിയുടെ ഏത് പ്രായത്തിലും അവരെ സഹായിക്കുന്നുണ്ട്. ഏത് ഘട്ടത്തിലും അവർക്ക് സഹായമായി ഹോമിയോപ്പതി ക്ലിനിക്കുകൾ കൂടെയുണ്ട്. കൗമാര കുട്ടികൾക്കുള്ള പദ്ധതികൾ അല്ലെങ്കിൽ സ്കൂൾ കുട്ടികൾക്കുള്ള പദ്ധതികൾ എന്തെല്ലാമാണ്? അഞ്ചുകുന്ന് സ്ഥിതി ചെയ്യുന്ന ജില്ലാ ഹോമിയോ ആശുപത്രിയിൽ സദ്ഗമ്യ എന്നൊരു യൂണിറ്റ് കൗമാര പ്രായക്കാരായ കുട്ടികൾക്ക് വേണ്ടി പ്രവർത്തിച്ചു വരുന്നു. കുട്ടികൾക്കുള്ള മാനസിക, വൈകാരിക, പഠന സംബന്ധമായ പ്രശ്നങ്ങളൊക്കെയും സദ്ഗമയിലൂടെ അവർ കൈകാര്യം ചെയ്യുന്നു. കുട്ടികളിൽ കാണുന്ന അമിതമായ വാശി, ശാഠ്യം അല്ലെങ്കിൽ പഠനത്തിലുള്ള ശ്രദ്ധക്കുറവ്, ഉത്കണ്ഠ, പേടി, അമിതമായ വികൃതി, നശീകരണ വാസന, ബുദ്ധിവികസനത്തിലുള്ള ഏറ്റക്കുറച്ചുകൾ, ലഹരി ഉപയോഗം, വിഷാദം, മൊബൈൽ ഫോൺ എഡിക്ഷൻ, മോഷണശീലം, സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ ഇവയെല്ലാം സദ്ഗമയിലൂടെ കൈകാര്യം ചെയ്യാൻ ഒരു നല്ല ടീമുണ്ട്. അവിടെ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ടീച്ചറുടെ സേവനം ലഭ്യമാണ്. കുട്ടികളുടെ പഠന ശ്രദ്ധയും പഠനത്തിലുള്ള ബുദ്ധിമുട്ടും ഒക്കെ തീർച്ചയായിട്ടും ഡോക്ടറും സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ടീച്ചറും കൗൺസിലറും കൂടെ ഒത്തുചേർന്ന് ഒരു ടീമായി പ്രവർത്തിച്ച് അതിനുള്ള പരിഹാരം കാണുന്നു. 19 വയസ്സിന് താഴെയുള്ള എല്ലാ കുട്ടികൾക്കും സദ്ഗമയിലൂടെ ചികിത്സ ഉറപ്പുവരുത്തുന്നു. ജീവിതശൈലി രോഗങ്ങളെ ചികിത്സിക്കുന്നതിനും പ്രതിരോധിക്കുന്നതിനുമൊക്കെ ഹോമിയോപ്പതി വകുപ്പ് ആയുഷ്മാൻ ഭവ എന്ന പ്രോജക്റ്റാണ് രൂപീകരിച്ചിട്ടുള്ളത്. ആയുഷ്മാൻ ഭവ പ്രോജക്റ്റിൽ ഹോമിയോപ്പതി
നാച്ചുറോപ്പതി, യോഗ എന്നിവ സമന്വയിപ്പിച്ച് നടപ്പിലാക്കി വരുന്ന ഒരു പദ്ധതിയാണ് ആയുഷ്മാൻ ഭവ പ്രോജക്റ്റ്. പ്രമേഹം, രക്തസമ്മർദ്ദം, അമിതവണ്ണം, അമിത കൊളസ്ട്രോൾ, വിട്ടുമാറാത്ത ശ്വാസകോശ രോഗങ്ങൾ, ക്യാൻസർ, പക്ഷാഘാതം തുടങ്ങിയ ജീവിതശൈലി രോഗങ്ങൾക്കുള്ള സമന്വിത ചികിത്സയാണ്. കൂടാതെ ഡയറ്റ് കൺസൾട്ടേഷൻ ഉണ്ട്, യോഗ പരിശീലനം നൽകുന്നു. ആയുഷ്മാൻ ഭവ പ്രോജക്റ്റ് വഴി മെഡിക്കൽ ക്യാമ്പുകളും ബോധവൽക്കരണ ക്ലാസുകളും ലാബ് പരിശോധനകളും ഒക്കെയും നൽകുന്നു. ഈ വിധ സേവനങ്ങളൊക്കെയും ജീവിതശൈലി രോഗങ്ങൾ പിടിപെട്ട ജനങ്ങൾക്ക് വേണ്ടി ആയുഷ്മാൻ ഭവ പ്രോജക്റ്റിലൂടെ ഹോമിയോപ്പതി വകുപ്പ് നൽകുന്നു. കൂടാതെ തന്നെ തൈറോയ്ഡ് ക്ലിനിക്കും അലർജി ആസ്മ ക്ലിനിക്കും ആശുപത്രിയിൽ പ്രവർത്തിച്ചു പോരുന്നു. ജില്ലാ ഹോമിയോ ആശുപത്രി മാനന്തവാടിയിൽ ബുധനാഴ്ച തൈറോയ്ഡ് ക്ലിനിക്കും സുൽത്താൻ ബത്തേരിയിലുള്ള ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറിയിൽ തിങ്കൾ, വെള്ളി എന്നീ ദിവസങ്ങളിൽ തൈറോയ്ഡ് ക്ലിനിക്കും പ്രവർത്തിച്ചു വരുന്നു. അലർജി ആസ്മയ്ക്ക് പ്രത്യേകം വിഭാഗം മാനന്തവാടി ജില്ലാ ഹോമിയോ ആശുപത്രിയിൽ ചൊവ്വ, വ്യാഴം, വെള്ളി എന്നീ ദിവസങ്ങളിലും സുൽത്താൻ ബത്തേരി ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറിയിൽ ചൊവ്വ, വ്യാഴം, ശനി എന്നീ ദിവസങ്ങളും പ്രവർത്തിച്ചു പോരുന്നു. വളരെ നല്ല രീതിയിൽ, വിജയകരമായ രീതിയിൽ തന്നെയാണ് ഈ ക്ലിനിക്കുകളെല്ലാം പ്രവർത്തിച്ചു പോരുന്നത്. തൈറോയ്ഡ് സംബന്ധമായ രോഗങ്ങൾക്കും അലർജി ആസ്മ രോഗങ്ങൾക്കും വളരെ നല്ല ഫലപ്രാപ്തിയുള്ള ചികിത്സയാണ് ഈ 2 സ്ഥാപനങ്ങളും വഴി രോഗികൾക്ക് നൽകുന്നത്. അതുപോലെ നമുക്ക് മാറിയ കാലത്ത്, ലഹരി ഉപഭോഗം കൂടിയ ഈ കാലത്ത് ഹോമിയോപ്പതി അതിൽ എന്താണ് പങ്കുവഹിക്കുന്നത്? ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് ക്ലിനിക്കുകളിലൂടെ നടത്തുന്ന പ്രവർത്തനങ്ങൾ മാത്രമല്ല, നമ്മുടെ ഹോമിയോപ്പതി ക്ലിനിക്കുകളൊക്കെ ഗ്രാമപ്രദേശങ്ങളിലാണ്. ആദ്യകാലം മുതൽ ഒരു ഗ്രാമത്തിൽ ഏറ്റവും കൂടുതൽ സഹായകരമായതും ഇത്തരം ഹോമിയോ ക്ലിനിക്കുകളാണ്. അതുകൊണ്ട് തന്നെ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ എത്രത്തോളം സഹായം ഹോമിയോപ്പതി ചെയ്യുന്നുണ്ട്? ഹോമിയോപ്പതി വകുപ്പിന് ലഹരി വിമുക്ത ക്ലിനിക്ക് പുനർജനി എന്ന പേരിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഈ പുനർജനി എന്ന പേരിലുള്ള ലഹരി വിമുക്ത ക്ലിനിക്ക് ആദ്യമായി സീതാലയം യൂണിറ്റിന്റെ ഭാഗമായി എങ്കിലും പിന്നീട് സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു യൂണിറ്റായിട്ട് തന്നെ പ്രവർത്തിച്ചു വരുന്നു. മദ്യം, മയക്കുമരുന്ന്, പുകയില എന്നിവയുടെ ഉപയോഗത്താൽ പ്രയാസപ്പെടുന്നവരും തകർന്നവരുമായ കുടുംബങ്ങൾ, അവരെ കേന്ദ്രീകരിച്ച് ഉള്ള ചികിത്സ, കൗൺസിലിംഗ് എന്നിവയൊക്കെ നൽകി വരുന്നു. മാനന്തവാടിയിൽ പുനർജനി പ്രോജക്റ്റ് എല്ലാ വ്യാഴാഴ്ചയും പ്രവർത്തിച്ചു വരുന്നു. മദ്യം, മയക്കുമരുന്ന്, പുകയില എന്നിവയുടെ അഡിക്ഷൻ പ്രത്യേകിച്ചും ചികിത്സയും കൗൺസിലിങ്ങും ഒക്കെ ആയിട്ട് തന്നെ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു. ഈ പ്രോജക്റ്റിൻ്റെ സഹായത്തോടെ പലർക്കും ലഹരി ഉപയോഗത്തിൽ നിന്ന് വിമുക്തി നേടാനും അതിൻ്റെ ഉപയോഗത്തിൻ്റെ അളവ് കുറയ്ക്കാനുമൊക്കെ സാധിച്ചിട്ടുണ്ട്. ശ്രോതാക്കൾ കേട്ടത് ഹോമിയോപ്പതി വകുപ്പിലൂടെ സർക്കാർ ചെയ്യുന്ന സേവനങ്ങളെയും പദ്ധതികളെയും പറ്റിയാണ്. ഈ പരിപാടിയിൽ സംസാരിച്ചത് ഹോമിയോ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അച്ചാമ്മ ലിനു തോമസ്. ഈ പരിപാടിയുടെ അടുത്ത ഭാഗം നാളെ ഇതേ സമയം കേൾക്കാം. നന്ദി, നമസ്കാരം. ജനങ്ങൾക്കൊപ്പം വിവിധ സർക്കാർ വകുപ്പുകളെയും പദ്ധതികളെയും പരിചയപ്പെടുത്തുന്ന പരിപാടി. നിർവഹണം ജോബിഷ് ജോസ്.